നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സുവിശേഷം എന്ന വിഷയത്തെ ആധാരമാക്കി ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ തക്കവണ്ണം ആണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, സുവിശേഷവുമായിട്ട് അനേക പ്രിയപ്പെട്ടവർ കവലകളിലും തെരുവുകളിലുമായിട്ട് കടന്നു പോവുകയും വീട് തോറും കയറി ഇറങ്ങി സുവിശേഷം അറിയിക്കുകയും ചെയ്യുമ്പോൾ അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിനാണ് നിങ്ങൾ ഈ സുവിശേഷവുമായിട്ട് കവലയിൽ പോയി നിൽക്കുന്നത്? തെരുവുകളിൽ പോയി നിന്ന് നിങ്ങൾ ഘോഷിക്കുന്നത്, വീടുകൾ തോറും നടക്കുന്നത് എന്തിനാണ് എന്ന ഒരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. ഇവൻ പല ക്രിസ്ത്യാനികൾ പോലും ഈ ഒരു സന്ദേഹമുണ്ട്, സംശയമുണ്ട്. എന്തിനാണ് ഈ ഉച്ച സമയത്ത് അല്ലെങ്കിൽ ഈ മഴ സമയത്ത് ഈ സുവിശേഷവുമായിട്ട് കടന്നു പോകേണ്ട ആവശ്യം എന്താണ് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്നാൽ പ്രിയരെ, ഞാനൊരു കാര്യം പറയുവാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. ബൈബിൾ വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, സുവിശേഷം പ്രചരിപ്പിക്കുവാനായിട്ട്, സുവിശേഷം അറിയിക്കുവാനായിട്ട് കടന്നു പോകുമ്പോൾ പലരും എതിരുകൾ പറയുന്നുണ്ട്, പലരും ആട്ടി ഓടിക്കുന്നുണ്ട്, പലരും വേണ്ടാത്ത വാക്കുകൾ പറയുകയും അപായങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന അവസരം പോലും ഉണ്ടായിട്ടുണ്ട്. പലർക്കും പല കവലകൾ നിൽക്കുവാൻ പോലും പാടില്ലാത്തതായിരിക്കുന്ന അവസ്ഥകൾ പോലും അനേകം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ മുൻപാകെ ഞങ്ങൾക്ക് പറയുവാൻ ചില കാര്യങ്ങളുണ്ട്. അത് ബൈബിൾ കൂടിയാണ്. എന്തുകൊണ്ട് നാം ഈ സുവിശേഷവുമായിട്ട് തെരുവുകളിൽ കടന്നു പോകുന്നു, കവലകൾ കടന്നുപോയി അട്ടഹസിച്ച് ഈ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നു? അതുമാത്രമല്ല, അനേക വീടുകളിൽ കയറി ഇറങ്ങി ഈ സുവിശേഷം പറയുന്നു. എന്തുകൊണ്ട്? അതിന് ബൈബിളിൽ നിന്ന് ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ ഞാൻ വായിച്ചുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുവാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഞാൻ വായിക്കട്ടെ. അത് ഇപ്രകാരമാണ്: ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. എൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾക്ക് പറയുവാൻ കൊണ്ടുള്ളത്. സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശക്തിയുടെ ഒരു സുവിശേഷമാണ്. അതുപോലെ തന്നെ അത് ജീവനുള്ള ഒന്നാണ് സുവിശേഷം എന്ന് പറയുന്നത്. നമുക്ക് അനേക സുവാർത്തകൾ, നല്ല വാർത്തകളൊക്കെയും നമുക്ക് കേൾക്കുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ച് നല്ല മാർക്കോടിയിട്ട് പാസ്സാകുമ്പോൾ അതൊരു നല്ല വാർത്തയാണ്. നമ്മളൊരു വാഹനം വായിച്ചാൽ അത് നല്ല വാർത്തയാണ്. അങ്ങനെ അനേക കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നല്ല കാര്യങ്ങളായിട്ട് നമുക്ക് പറയുവാൻ തക്കമുണ്ട്. എന്നാൽ അതല്ല ഈ സുവിശേഷം. ബൈബിളിൽ പറയുന്ന സുവിശേഷം എന്ന് പറയുന്നത്, അതിന് പ്രത്യേകമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർക്കുക എന്നുള്ളതാണ് എൻ്റെ സുവിശേഷം. ഇനി ഒരു വേദഭാഗം കൂടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ: നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരുകിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം. അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന സുവിശേഷം, ഈ സുവിശേഷം എന്ന് പറയുന്നത് മാനവജാതിക്ക് രക്ഷ ലഭിക്കുന്ന ഒന്നാണ് ഈ സുവിശേഷം എന്നാണ് ഇവിടെ കർത്തദാസൻ പറയുന്നത്. രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി വേറെ ആരും പറയാത്തതായിരിക്കുന്ന, ഒരുത്തർക്കും പറയുവാൻ സാധ്യമല്ലാത്ത, കഴിയാത്തതായിരിക്കുന്ന വലിയൊരു വസ്തുതയാണ് ഈ കർത്തദാസൻ പറയുന്നത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതുമാത്രമല്ല, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചിരുന്നുവല്ലോ എന്ന്. ഇനി ഒരു വേദഭാഗം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ഇവിടെ പറയുന്നത്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ
എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ 3 വേദഭാഗങ്ങൾ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ നാം വായിക്കുകയുണ്ടായി. ഇതിൽ പറയുന്നത് സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. സുവിശേഷം എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റേതായിരിക്കുന്ന ആ ശക്തിയും അതുപോലെ തന്നെ ആ ജീവനുമുള്ള ഒന്നാണ് സുവിശേഷം എന്ന് പറയുന്നത്. നമുക്കറിയാം, എല്ലാം ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ അത് സുവിശേഷമാണ്, അതായത് ബൈബിളാണ്. ഏറ്റവും അധികം ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ടുള്ളത് സുവിശേഷമാണ്, അതായത് ബൈബിളാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ളതും ഈ സുവിശേഷത്തിന് അല്ലെങ്കിൽ ഈ ബൈബിളിന് എതിരായിട്ടാണ്. ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഇന്ന് നാം കാണുവാൻ കഴിയുന്നുണ്ട്. നാം ഒരു തെറ്റും ചെയ്യാതെ കണ്ട് വെറും സുവിശേഷം കവലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ തന്നെ അത് വലിയൊരു ശത്രുക്കൾ കടന്നു വന്ന് നമുക്ക് എതിരായി നിൽക്കുന്ന വിസ്തുതയാണ് നമുക്ക് കാണുവാൻ ഗുണം കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഈ വായിച്ചതായിരിക്കുന്ന 3 ഭേദഭാഗങ്ങളെ സംക്ഷിപ്തമായിട്ട് 8 കാര്യങ്ങൾക്കായിട്ട് ഞാനിവിടെ വേർതിരിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ വിശദീകരണം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കുവാൻ ഗുണം കഴിയും. അത് ഒന്നായത് യേശുക്രിസ്തുവിൻ്റെ ജനനം. യേശുക്രിസ്തുവിൻ്റെ ജനനം പോലെ ഒരു വ്യക്തിയും ഈ ഉലകത്തിൽ ഇതുവരെ ജനിച്ചിട്ടില്ല. രണ്ടാമതായിട്ട് ജീവിതം. തൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ 33 വർഷക്കാലം താൻ ജീവിച്ച ജീവിതത്തിൽ അതുപോലൊരു ജീവിതം നയിച്ച ആരും ഉലകത്തിലില്ല. അതുപോലെ തന്നെ മരണം. തൻ്റെ മരണവും അതുപോലെ തന്നെ ആയിരുന്നു. തൻ്റെ മരണവും അതിലും പ്രത്യേകതയുണ്ട്. അതുപോലെ ഒരുവൻ മരിച്ചിട്ടില്ല. കാരണം താൻ സ്വയമേ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്ന ഒരു മരണമായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല താൻ മരിക്കുവാൻ വേണ്ടി വന്നവനാണ് എന്ന് ബൈബിൾ പറയാനുണ്ട്. ഇതിൻ്റെ വിശദീകരണങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കുവാൻ ഗുണം കഴിയും. അതിനുശേഷം അടക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സാധാരണ അടക്കമല്ലായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ. നിങ്ങൾക്കറിയാമല്ലോ, ആ അടക്കത്തിന് ശേഷം പോലീസിനെ നിർത്തി, സെക്യൂരിറ്റി ഗാർഡിനെ നിർത്തി, പോലീസ് കാവൽ നിന്നു. ഏതെങ്കിലും ചരിത്രത്തിലൂടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ശവക്കല്ലറയ്ക്ക് മുൻപിൽ അതേ പോലീസിനെ നിർത്തിയിരിക്കുന്നത്? അതുമാത്രമല്ല, റോമ ഗവൺമെൻറ് മുദ്ര അടിക്കുന്നത് ഏതെങ്കിലും ഗവൺമെൻറ് ഇപ്രകാരം ചെയ്തിട്ടുണ്ടോ? എന്നാൽ തൻ്റെ അടക്കത്തിലും ഒരു പ്രത്യേകതയുണ്ട്. അതുപോലൊരു അടക്കം ഈ ലോകത്തിൽ അനേക മഹാന്മാർ ജനിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. ആരുടെയും ജീവിതത്തിൽ, ആരുടെയും ശവക്കല്ലറയിൽ ഇപ്രകാരം ഒരു അടക്കം ആരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതിനുശേഷം താൻ ഉയർത്തെഴുന്നേറ്റു. ഇന്നും അവിടെ കടന്നു പോയി കഴിഞ്ഞാൽ ആ ശവക്കല്ലറ തുറന്നു കിടക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അവൻ ഇവിടെ ഇല്ല എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ആ ശവക്കല്ലറ തുറന്നു കിടക്കുന്നു. അത് ഒരേ ഒരു കല്ലറ മാത്രം തുറക്കപ്പെട്ട് കിടക്കുന്ന കല്ലറ. ഇങ്ങനെ വേറെ ആരുടെയും കല്ലറയുണ്ടോ തുറന്നു കിടക്കുന്നത്? ഇല്ല. ഇതിനൊക്കെയുള്ള വിശദീകരണം അടുത്ത ഞാൻ എപ്പിസോഡ് പറയുന്നതാണ്. പിന്നെ സ്വർഗാരോഹണം. കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. ഈ ലോകത്തിലായതിനു ശേഷം പുനരുത്ഥാനത്തിന് ശേഷം താൻ സ്വർഗാരോഹണം ചെയ്തു എന്ന് കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്വർഗാരോഹണം ആരുടെയും ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയില്ല. അതുമാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. അവൻ വീണ്ടും വരുന്നവനാണ്. അവൻ വീണ്ടും വരുവാനുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ വീണ്ടും വരുമെന്ന്? ഞാൻ പോകുന്നു, ഞാൻ വീണ്ടും വരുമെന്ന്? ഇല്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതുമാത്രമല്ല, ഞാനിപ്പോൾ വായിച്ചതുപോലെ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ എൻ്റെ ഈ സുവിശേഷപ്രകാരം ന്യായം വിധിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അഥവാ ഞങ്ങൾ ഘോഷിക്കുന്നതായിരിക്കുന്ന ഈ സുവിശേഷം, അതേ പരസ്യ കവലകളിലും തെരുവുകളിൽ നിന്നുകൊണ്ട് ഘോഷിക്കുന്നതായിരിക്കുന്ന ഈ സുവിശേഷപ്രകാരം മാനവജാതിയെ ന്യായം വിധിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ 8 കൂട്ടം കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഓരോന്നായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. 1, തൻ്റെ ജനനം. 2, തൻ്റെ ജീവിതം. 3, തൻ്റെ മരണം. 4, തൻ്റെ അടക്കം. 5, തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. 6, സ്വർഗാരോഹണം. അതുപോലെ തന്നെ അതിൻ്റെ വീണ്ടും വരവ്. അതുപോലെ 8-ാമത് ന്യായം വിധിക്കുന്നവൻ. ഈ 8 കാര്യങ്ങൾ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ചിന്തിക്കാം. കാലഘട്ടത്തെ രണ്ടായി തിരിക്കുവാൻ തക്കവണ്ണം ഒരു ചരിത്ര പുരുഷനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. വേറെ ആരും ഉണ്ടായിരുന്നില്ല, വേറെ ആരെയും കിട്ടിയില്ല, വേറെ ആരും ഇല്ല ചരിത്ര പുരുഷനായിട്ട് പറയുവാൻ തക്കവണ്ണം. അത് AD എന്നും BC എന്നും. ഞാനിപ്പോൾ 2026 എന്ന് പറയുമ്പോൾ AD 2026 ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നില്ലയോ, അല്ലെങ്കിൽ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന് വിരോധമായിട്ടാണ്, അവൻ്റെ ഒരു ശത്രുവായിട്ടാണ് നിൽക്കുന്നത് ആണെങ്കിൽ തന്നെയും ഞാൻ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു ജനിച്ച് 2026 വർഷമായി എന്നുള്ളത്. അതേ പ്രിയരെ, കർത്താവായ യേശുക്രിസ്തുവാണ് ഒരു ചരിത്ര പുരുഷനായി ഇതിഹാസത്തെ, കാലഘട്ടത്തെ രണ്ടായി തിരിക്കുവാൻ തക്കോണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. അതുമാത്രമല്ല യേശുക്രിസ്തുവിനെ
ഒരു മഹാനായിട്ട് ലോകം കാണുമ്പോൾ, പക്ഷെ നമ്മൾക്കറിയാം, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്, കർത്താവ് യേശു ക്രിസ്തു ഒരു മഹാത്മാവായിരുന്നു, മഹാനായിരുന്നു, നല്ല ഗുരുവായിരുന്നു ഒക്കെ നാം പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ നല്ല ഗുരു പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു, അത് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവന് കള്ളനാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അവൻ ഒരിക്കലും മഹാത്മാവെന്ന് പറയാൻ സാധ്യമല്ല. അവൻ നല്ല ഗുരു എന്ന് പറയാൻ ഒക്കത്തില്ല. നല്ല ഗുരുവാണെങ്കിൽ, അവനൊരു മഹാത്മാവാണെങ്കിൽ, തീർച്ചയായിട്ടും അവൻ പറഞ്ഞ വാക്കുകൾക്ക് നാം വില കൊടുത്തേ മതിയാകുകയുള്ളൂ, അത് അംഗീകരിച്ചേ മതിയാകുകയുള്ളൂ. താൻ എന്താണ് പറഞ്ഞത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഉലകത്തിൽ വേറൊരുത്തനുമില്ല വഴിയെന്ന് പറയുവാൻ, സത്യം എന്ന് പറയാൻ, ജീവൻ എന്ന് പറയാൻ വേറെ ആരുമില്ല. കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കൂടെ കഴിയുന്നത്. എങ്കിലും ഈ യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് അനേകർ ഈ സുവിശേഷത്തിന് എതിരായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, ഞാൻ പറയട്ടെ, ഈ സുവിശേഷത്തിന് ശക്തി ഉണ്ട്. അനേകരുടെ അനുഭവ സാക്ഷ്യം നമുക്ക് കേൾക്കുവാൻ കഴിയും. അനേകരുടെ ജീവിതത്തിന് മാറ്റം വരുന്നത് ഈ സുവിശേഷമാണ്. ഈ സുവിശേഷമാണ് അനേക ദുർമാർഗ ജീവിതത്തിൽ നിന്നും സന്മാർഗത്തിലേക്ക് നടത്തിയത്. ഈ സുവിശേഷമാണ് നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുവാൻ കഴിഞ്ഞത്. ഈ സുവിശേഷമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾക്ക് 1,00,000 രൂപ കൊടുത്തിട്ട്, മോനെ നീ മദ്യപാനം നിർത്തുമെന്ന് പറഞ്ഞു നിർത്തുമോ? നിർത്തത്തില്ല. അതെ, പണം കൊണ്ട് സാധിക്കുകയില്ല. എന്നാൽ ഈ സുവിശേഷം അങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു ചെല്ലുകയും അങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം നടത്തുവാൻ കഴിയും. അതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. ഈ സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അവൻ വീണ്ടും വരുന്നവനും ന്യായം വിധിക്കുന്നവനായിരിക്കുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ സുവിശേഷിക്കുന്നത്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് പറയുവാതിരിക്കുവാൻ കഴിയുകയില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഓരോന്നായിട്ട് നമുക്ക് ചിന്തിക്കാം. ആദ്യമായിട്ട് അടുത്ത എപ്പിസോഡിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനം എപ്രകാരമായിരുന്നു, അത് എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്നും പ്രത്യേകത അതിൽ എന്താണുള്ളത്, അങ്ങനെ ഒരു ജനനം ഇനി വേറെ ഒരിടത്തും നമുക്ക് കാണുന്നില്ല എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും? ആ വിഷയങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത് അനേകർക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, തെരുവീതികൾ കടന്നുപോയി സുവിശേഷം അറിയിക്കേണ്ടത് ഇന്ന് ഏതാണ്ട് നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ ഈ മീഡിയമിൽ കൂടി അനേകർ കേൾക്കണം, അനേകർ ഈ വചനം കേൾക്കണം. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ എന്നുള്ളത്, കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ലോകരക്ഷിതാവായിട്ടുള്ളൂ എന്നുള്ളത്, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് നരകത്തിലേക്ക് പോകുന്ന വ്യക്തിയെ തിരിച്ച് സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ആ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന വസ്തുത ലോകം അറിയണം. ലോകം അറിയട്ടെ. അതെ, അതിനായിട്ട് നിങ്ങൾ ഏവരും ഈ വിഷയത്തോട് പ്രാർത്ഥിക്കുകയും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യും, ഷെയറിങ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.